بسم الله الرحمن الرحيم. ഒരു മഹല്ലിലും ഒരു വീട്ടിലും ഒരു നാട്ടിലും ഒരു പഞ്ചായത്തിലും ഒരു കുഴപ്പമുണ്ടാക്കാതെ നടക്കുന്നവർ, അവർക്കുമാണ് സ്വർഗം. കുളം കലക്ക സ്വർഗം കിട്ടൂല, കലക്കൽ കിട്ടും. ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാം, കലങ്ങി ഉഷാറാക്കാം. സ്വർഗം കിട്ടുമോ? കിട്ടൂല. വലാ ഫസാദ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നത് സ്വർഗം നഷ്ടമാവാൻ കാരണമാണ്. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അവസാന വിജയം അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കും മാത്രമാണ്. ദുനിയാവിൽ ചില ആളുകൾക്ക് അവാർഡ് കിട്ടും, വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതൊന്നും ചിലപ്പം പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. മുഅ്മിനീങ്ങൾ അവർക്ക് ലഭിക്കും അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗലോകത്ത് അല്ലാഹു അവരെ പ്രകാശത്തിന്റെ കിരീടം വെച്ച് സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് ഒരായത്ത് കൂടെ പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ. ഒരു നന്മ നിങ്ങൾ അല്ലാഹു നൽകും. ഒരു സിംഗിൾ പെന്നി, ഒരു പൈസ, ഒരു 10 രൂപ, ഒരു 100, ഒരു 1000, ഒരു ലക്ഷം, നിങ്ങൾ എന്താണോ അല്ലാഹുവിന് നൽകുന്നത്, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം, നിങ്ങളുടെ നല്ല വാക്കുകൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ മനം നിറഞ്ഞ പുഞ്ചിരി, ഇതിനൊക്കെ കൂലി ഉണ്ടാവും. അല്ലാഹു അതിലും ഖൈർ നിങ്ങൾക്ക് നൽകും. വമൻ ജാഅ ബിസ്സയ്യിഅ. ആരെങ്കിലും തിന്മയുമായി വന്നാൽ, തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ, തിന്മ ചെയ്താൽ പിന്നെ അങ്ങനെയല്ല, അത് മുർജിഅത്തിന്റെ വാദം. തിന്മ ചെയ്തു, തെറ്റ് സംഭവിച്ചു പോയി, പുരുഷന്മാരാണ്, പക്ഷെ തൗബ ചെയ്തു, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങി, റബ്ബേ മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു. ഫലാ യുജ്സല്ലദീന അമിലുസ്സാലിഹാതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. തൗബ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു തരും. എന്നാൽ തൗബ ചെയ്യാതെ ദുഷ്കർമ്മികളായി ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് തിന്മ തന്നെയാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഭൗതികതയെ വീക്ഷിക്കുമ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അവരെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഖാറൂനിനെ പോലോത്ത സമ്പത്തിന്റെ വാദികളുടെ പിന്നാലെയല്ല ഒരു സത്യവിശ്വാസി പോകുന്നത്. തിന്മയുടെ പക്ഷത്തുമല്ല സത്യവിശ്വാസി നിൽക്കേണ്ടത്, സജ്ജനങ്ങളുടെ പക്ഷത്താണ്. അവര് ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചവരാണെങ്കിലും അവരുടെ മനസ്സ് നന്നെങ്കിൽ, കർമ്മങ്ങൾ നന്നെങ്കിൽ അവർ നല്ലവരാണ്. നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഭൗതികമായ മനുഷ്യന്റെ ചില കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ. ഒരു ഹദീസ് പറയട്ടെ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പിഞ്ചു മക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഹദീസാണത്. സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് അത്ഭുതകരമായി സംസാരിച്ച 3 മക്കളെ നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. കൊച്ചുപ്രായത്തിൽ സംസാരപ്രായം എത്തുന്നതിന് മുമ്പ് ഈസാ നബിയൊക്കെ സംസാരിച്ച പോലെ സംസാരിച്ച 3 മക്കളുണ്ട്. പക്ഷെ 3 പേരെ നിബിധങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്. പുണ്യനിബിധങ്ങൾ പറയുന്നു, വകാനത് ഇംറഅത്തുൻ തുർലിഉ ഇബ്നൻ ലഹാ മിൻ ബനി ഇസ്രായീൽ. ഇസ്രായേൽ മക്കളിൽ കഴിഞ്ഞുപോയ, ഇന്നത്തെ ഫലസ്തീനിലോ ലബനാനിലോ സിറിയയിലോ ജോർഡാനിലോ ആ പരിസരങ്ങളിൽ ജീവിച്ച ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയായിരുന്നു, പിഞ്ചു പൈതലിന്. ഫമറ ബിഹാ റജുലുൻ റാകിബുൻ ദൂ ശാറത്തിൻ യഖ്താൽ. നല്ല ആരോഗ്യമുള്ള മസിലുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല മസിലു കാണിച്ച് ഷോ ഓഫ് ചെയ്ത് തന്റെ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഫഖാലത്, കുഞ്ഞിനെ മടിയിലിരുത്തി പാല് കൊടുക്കുന്ന ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിഥ്ലഹ. പടച്ചവനെ, എന്റെ മോനെ ഇയാളെ പോലെ ആക്കേണമേ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ പോലെ ആക്കേണമേ, നല്ല ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാക്കണേ എന്നാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്.
ആ കുഞ്ഞ് തന്റെ പാലുകുടി നിർത്തുകയും ആ പോകുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽനി മിഥ്ലഹു, ആ മനുഷ്യനെ പോലെ എന്നെ ആക്കിക്കളയരുതേ റബ്ബേ. ഇതൊരു അത്ഭുതമാണ്. സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് സംസാരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖ് അലൈഹിയായ ഹദീസാണ്. നിഷേധിക്കാൻ പറ്റാത്ത ഹദീസ്. പാലുകൂടി നിർത്തിയിട്ട് പറയാം, ഉമ്മ പറഞ്ഞു എന്റെ കുഞ്ഞിനെ ആ മനുഷ്യനെ പോലെ ആക്കണേ. കുഞ്ഞങ്ങ് മുഖം തിരിച്ച്, ആ മനുഷ്യനെ പോലെ എന്നെ ആക്കല്ലേ റബ്ബേ. പിന്നെ കുട്ടി പാല് കുടിക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഒരടിമ പെണ്ണിനെ ആ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വഴിയിലൂടെ, തെരുവിലൂടെ ഒരടിമ പെണ്ണിനെ ആളുകൾ കൂടി അടിക്കുന്നുണ്ട്. ഫഖാലത്ത് ഉമ്മുഹു, ആ പിഞ്ചു പൈതലിന്റെ ആൺകുട്ടിയുടെ ഉമ്മ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഇബ്നി മിഥ്ല ഹാദിഹി, പടച്ചവനെ ഈ പെണ്ണിനെ അടി കൊണ്ടുപോകുന്ന ഈ പെണ്ണിനെ പോലെ എന്റെ കുഞ്ഞിനെ ആക്കരുതേ റബ്ബേ എന്ന് ആ പെണ്ണ് ദുആ ചെയ്തു. ഫതറക സദിയഹാ, പാലുകൂടെ നിർത്തിവെച്ചിട്ട് ആ കുഞ്ഞ് പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽനി മിഥ്ല, പടച്ചവനെ മിഥ്ലഹ, ആ പെണ്ണിനെ പോലെ എന്നെ ആക്കേണമേ എന്ന് കുട്ടി ദുആ ചെയ്തു. ഉമ്മ ചോദിച്ചു, ലിമദാക്, നിനക്ക് പറയണ കുട്ടിയല്ലേ, മറുപടി പറഞ്ഞേക്കും. ലിമദാക്, എന്തിനാ മോനെ? മറ്റൊരാളെ കാണിച്ചപ്പോ അയാളെ പോലെ ആവണമെന്ന് ഞാൻ കൊതിച്ചപ്പോൾ നീ പറഞ്ഞു വേണ്ട എന്ന്, അങ്ങനെ ആവരുത് എന്ന്. ഈ പെണ്ണിനെ പോലെ അടികൊണ്ടു പോകുമ്പോ ഇവളെ പോലെ ആക്കരുതേ എന്ന് പറഞ്ഞപ്പോ അവളെ പോലെ ആക്കണേ എന്ന് നീ പറയുന്നു മോനെ, എന്തേ അതിന് കാരണം? ഫഖാല, ഈ അത്ഭുതമാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. 3 മക്കൾ പിഞ്ചു പ്രായത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കഥയിലെ കുഞ്ഞാണ്. മറ്റൊന്ന് അസ്ഹാബുൽ ഖുദൂദിൽപ്പെട്ട ഈ കുണ്ടാരത്തിലേക്ക് ചാടേണ്ടി വന്ന നേരത്തെ കുഞ്ഞ്. പിന്നെ ഈ കുഞ്ഞാണ്. കുഞ്ഞുങ്ങളിൽ സംസാരിച്ചവർ വേറെയുമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, ഫിർഔനിന്റെ കാലത്തെ ഫിർഔന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന മാഷിത എന്ന മഹദിയുടെ കുട്ടി. അവരൊക്കെ സംസാരിച്ചവരാ. പക്ഷെ 3 മക്കളെ നബി തങ്ങൾ പറഞ്ഞ ഹദീസാണിത്. എന്തുകൊണ്ട് മോനെ ആ മനുഷ്യനെ പോലെ ആവരുതെന്നും ഈ പെണ്ണിനെ പോലെ ആവണമെന്നും നീ പറയുന്നു എന്ന് ഉമ്മ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞു മറുപടി പറഞ്ഞത്രേ, അറാകിബു ജബ്ബാറും മിനൽ ജബാബിറ, ഉമ്മ ആ വാഹനപ്പുറത്ത് മസ്ജിദ് കാണിച്ചു പോയ മനുഷ്യൻ ജബ്ബാറും മിനൽ ജബാബിറ, ആര് പറഞ്ഞാലും സത്യം സ്വീകരിക്കാൻ പറ്റാത്ത, സത്യം സ്വീകരിക്കാൻ സന്മനസ്സില്ലാത്ത അഹങ്കാരിയാണ് അയാൾ. അങ്ങനത്തെ ആളെ പോലെ ആവണമെന്ന് എങ്ങനെ ഉമ്മ നിങ്ങൾക്ക് പറയാൻ കഴിയും? വഹാദിഹിൽ അമഹ, എന്നാൽ ഈ അടിമപ്പെണ്ണ് യഖൂലൂന, ആളുകൾ അവരെ പറ്റി പറയുന്നുണ്ട്, സറഖതി, നീ മോഷ്ടിച്ചിട്ടുണ്ട് എന്നവളോട് പറയുന്നു, സനൈതി, നീ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, വലം തഫഅൽ, ഉമ്മ ആ പെണ്ണ് നിരപരാധിയാണ്, ആ പെണ്ണതൊന്നും ചെയ്തിട്ടില്ല, ആളുകൾ വെറുതെ ആരോപിക്കുകയാണ്. നല്ലൊരു അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണാണവൾ. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് ആ സച്ചരിതയായ പെണ്ണിനെ പോലെ വ്യഭിചാരം ചെയ്യാതെ, മോഷണം ചെയ്യാതെ ജീവിക്കലാണ് അടികൊണ്ടാലും നല്ലത്, സജ്ജനങ്ങളെ പോലെ ജീവിക്കലല്ലയോ. അതുകൊണ്ടാണ് ഉമ്മ ഞാനത് പറയാൻ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നു. അല്ലാഹുവിന്റെ വെളിച്ചത്തിൽ പുണ്യ നബി നമുക്ക് പറഞ്ഞു തരുന്ന അറിവുകളാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഒരു മനുഷ്യനെ നന്നാക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റാതെ പോയാൽ തന്നെയും നന്മ നന്മ തന്നെയാണ്, സ്വലാഹ് സ്വലാഹ് തന്നെയാണ്, സ്വാലിഹ് സ്വാലിഹാണ്, സ്വാലിഹത്ത് സ്വാലിഹത്ത് തന്നെയാണ്. ആളുകൾ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റിദ്ധരിച്ചാലും. എന്നാൽ പ്രത്യക്ഷത്തിൽ ആള് നല്ലവനാണെന്ന് തോന്നിയേക്കാം, പക്ഷേ മനസ്സുകൊണ്ട് ധിക്കാരിയാണ്, അല്ലാഹുവിനനുസരിക്കാത്തവരാണെങ്കിൽ അവരെ പോലെ ആവരുത് എന്ന് പഠിപ്പിക്കുകയാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സജ്ജനങ്ങൾ വെളിച്ചം വിതറിയ വഴികളിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. മഹാനായ മുസ്അബ് ഇബ്നു ഖുദാം റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനവറുകൾ ഒരു കാര്യം പറയട്ടെ, ഒരു സംശയവുമില്ലാത്ത ഹലാല് ഞാൻ പറഞ്ഞു തരാം.
ഔ അഖുൻ സാലിഹുൻ യുഹ്ദി ഇലൈക ഹദിയ. ഒരു മനുഷ്യന് പച്ചയായ ഹലാല് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ് അതിന് വഴിയെന്നാണ് എന്റെ അഭിപ്രായമെന്ന് മഹാനായ മുസ്അർ ബിൻ ഖുസാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ സംഭവം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഉദ്ധരിക്കുന്നു. എന്താണ് രണ്ട് കാര്യം? ഒന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു പുഴയിൽ നിന്ന്, അല്ലാഹു ഒഴുക്കുന്ന ഒരു വീൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ആരുടെയും ഒരു കിണറിന്റെ ഒരു മോട്ടറോ ഒരു കരണ്ടോ ഒന്നോടെ ഉപയോഗിക്കുന്നില്ല, അല്ലേ? നാച്ചുറലാണ്. ഒരു വാട്ടർഫാൾ, ഒരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലേ. നമ്മുടെ ടാങ്ക് തുറന്നു വിട്ടോക്കണം, വെള്ളച്ചാട്ടത്തിന്റെ അത്ഭുതം എത്രയാണെന്ന് അറിയാം. സ്വന്തം വീട്ടിലെ ടാങ്ക് ഒന്ന് അഴിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ തീരൂലേ വെള്ളം? അള്ളാഹുവിന്റെ ടാങ്കിന്റെ വെള്ളമാണ് അനുസ്യൂതം ഈ ഒഴുകുന്നത്. നമ്മൾ ഉറങ്ങിയാലും വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയിലില്ലേ, ഇവിടെ പരിസരത്തുള്ളത് എനിക്കറിയില്ല, അതങ്ങനെ ഒഴുകുകയാണ്. നയാഗ്ര വാട്ടർഫാൾ മുതൽ കൊച്ചു കൊച്ചു വാട്ടർഫാളുകൾ മൂന്നാറിലില്ലേ, ഇടുക്കിയിലില്ലേ, അങ്ങ് വയനാടുണ്ട്, മലയോരങ്ങളിലൊക്കെ ഉണ്ട്. എത്രയാണ് അതിന്റെ സ്റ്റോറേജ്! ഇതൊക്കെ മലന്റെ മുകളിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പൊ അങ്ങോട്ട് മോട്ടർ ഇല്ലാതെ വെള്ളടിച്ച് കയറ്റണം. അള്ളാഹുവിന്റെ സിസ്റ്റം നോക്കണം. അവിടെ സ്റ്റോറേജ് ഒരു സ്പേസ് ഒന്നും അവിടെ ഇല്ലല്ലോ. ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരണ്ടേ? എത്രയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ വോള്യം എത്രയാണ്? എത്ര ക്യൂബിക് മീറ്ററുകളാണ് ഒഴുകുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടുന്നാണ് ഈ സ്റ്റോറേജ്? എവിടുന്നാ അവിടെ ചെയ്ത് മേലോട്ട് കൊണ്ടുപോകും? താഴ്ത്തു നല്ലല്ലോ ഒഴുകും, മേലെന്നല്ലേ വരുന്നത്. അടിയിൽ നിന്ന് വെള്ളം മേലോട്ട് കയറണം. നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മളോട് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇത് എത്ര വലിയ നിഅമത്താണ്. ഷല്ലാൽ വാട്ടർഫാളുകൾ എത്ര വലിയ അത്ഭുതമാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ, എന്തെല്ലാം ഫിസിക്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്യണം, എന്തെല്ലാം അല്ലാഹുവിന്റെ നാച്ചുറൽ റൂൾസ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നോ ഒരു അരുവിയിൽ നിന്നോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് അത് പ്യൂർ ഹലാലാണ്. അത് അള്ളാന്റെ വെള്ളമാണ്, അല്ലേ? മഹാൻ പറഞ്ഞത്, മുസ്അർ ബിൻ ഖുസാം തങ്ങൾ പറയുന്നത്, ഫുറാത്ത് യൂഫ്രട്ടീസ് നദിയിൽ നിന്നാണ്. യൂഫ്രട്ടീസ് നദി ദുനിയാവിലെ നദികളിൽ അഞ്ചാമത്തെ, ദുനിയാവിലെ നല്ല ലോകത്തുള്ള വെള്ളങ്ങളിൽ അഞ്ചാമത്തെ ശ്രേഷ്ഠമായ വെള്ളമാണ് യൂഫ്രട്ടീസ്. ഒന്ന്, പുണ്യ നബിയുടെ വിരലിൽ നിന്ന് നണപൊട്ടി ഒഴുകിയ വെള്ളം, നമുക്കിനി കിട്ടാനില്ല, സ്വഹാബത്ത് കുടിച്ചു കഴിഞ്ഞു. 2 സംസം. 3 ഹൗദുൽ കൗസറിലെ വെള്ളം, അത് സ്വർഗത്തിലെ ഉണ്ടാവുക. 4-മത്തേത് നൈൽ നദിയിലെ വെള്ളം. 5-മത്തേത് യൂഫ്രട്ടീസ് നദി. യൂഫ്രട്ടീസ് നദി മിനിഞ്ഞാന്നാ കണ്ടത്. യൂഫ്രട്ടീസ് ഇറാഖിൽ ഒഴുകുന്നുണ്ട്. ഇവിടെ തുർക്കിയുടെ ഭാഗത്തുകൂടെ, തുർക്കിയുടെ ഷാംലി ഉർഫ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലം അവിടെയാണ്. അവിടെ യൂഫ്രട്ടീസിന്റെ ഒരു കൈവരി ഒഴുകുന്നുണ്ട്. എന്തോ നിറഞ്ഞൊഴുകുന്ന വെള്ളം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ട സ്ഥലം ഞാൻ വിചാരിച്ചൊന്നും ചരിത്രത്തിൽ ഉണ്ടാവില്ല. ചെന്ന് നോക്കുമ്പോൾ എന്തൊരു മനോഹരം. അവിടെ വലിയൊരു മസ്ജിദാണ്. അത്ഭുതം എന്താണെന്നറിയോ? ആ തീയിലിട്ട ഇടം ഇപ്പൊ ഒരു പള്ളിയാണ്. അവിടം അല്ലാഹു നീ തണുപ്പായി മാറുക തീയെ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം അവിടെ നിന്ന് വെള്ളം ഉറവ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും വെള്ളത്തിന്റെ ഉറവയാണ്. അന്ന് തീയിട്ടെടുത്ത അല്ല ഇപ്പോഴും വെള്ളമാണ്. അന്ന് അത് തണുപ്പായി മാറിയെന്ന് മാത്രമല്ല, ഇപ്പോഴും വെള്ളമാണ്. ആ പള്ളിയിലേക്ക് എത്ര വലുപ്പമുള്ള പള്ളി, പക്ഷെ ഫുള്ള് ഗ്ലാസ് പാനലാണ്. അതിനടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഇപ്പുറത്തൊരു തടാകം പോലെ വെള്ളമുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എത്തി. ആ നാട്ടുകാരൊന്നും, എൻ്റെ കൂടെ അവിടുത്തെ ഒരു തുർക്കിക്കാരനായ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ കയറാറില്ല, ഖലീലുല്ലാഹി തീയിലിട്ട സ്ഥലല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം നബി ജനിച്ച സ്ഥലമുണ്ട് തൊട്ടപ്പുറത്ത്. അതിന്റെ മീതെ ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ ഖാറൂനിന്റെ കോട്ടയുണ്ട്, ഇപ്പോഴുണ്ട്. അവിടെ 2 മുനാരമുണ്ട്. ആ മുനാരം ഒരു മുനാരം പോലെ, ഒരു പഴയകാലത്തെ കോട്ടയുടെ അവശിഷ്ടം പോലെ. അതിന്റെ ഇടയിൽ നിന്നാണ് അത്ര ഇബ്രാഹിം നബിയെ മിഞ്ചനീക്കിലിട്ടിട്ട് ആ ഒരു ഖാനനിൽ നിന്ന് ഇബ്രാഹിം നബിയെ തൊടുത്തു വിടുകയാണ് ഉണ്ടായതെന്നല്ലേ. മേലെന്ന് താഴെ കിട്ടതാ, പെട്ടെന്ന് താഴേക്ക് വീഴും. ആ മലയുടെ ഒരു 100 മീറ്റർ 200 മീറ്റർ ഇപ്പുറത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തീയിലിട്ട സ്ഥലം. അവിടെ വെള്ളമാണിപ്പോ, ഉറവയാണ്, നല്ല സമൃദ്ധം. ആ വെള്ളം കുടിക്കാൻ പറ്റും. ഞാൻ കുടിച്ചു.